കഴിഞ്ഞ ഏപ്രിലാണ് ഈ തുടങ്ങുന്നത്. ഇപ്പൊ 1 year ആകുമ്പോൾ പടം ഇറങ്ങി. ആ സമയത്ത് എനിക്ക് ഇവർ ഇമ്മീഡിയറ്റ് ഷൂട്ടിന് പോകുമായിരുന്നു. 2 weeks മുമ്പ് എന്നെ ഹയർ ചെയ്യുന്നു പടത്തിലോട്ട്. അപ്പം ഈ പാട്ട് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഒരു ടെംപ് മ്യൂസിക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലായിരുന്നു. ഒന്നെങ്കിൽ ഒരു പുതിയൊരു കണ്ടംപററി ഒരു പാട്ടായിട്ട് നല്ലൊരു മെലോഡിയസ് കണ്ടംപററി സോങ് ചെയ്യണം, അതോ ലെറ്റ്സ് സ്റ്റിക്ക് ടു നൊസ്റ്റാൾജിയ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഡിസിഷൻ അതായിരുന്നു. നൊസ്റ്റാൾജിയ ചൂസ് ചെയ്തു. പിന്നെ നൊസ്റ്റാൾജിയയിൽ ആരുടെയൊക്കെ സ്റ്റൈൽ എന്തൊക്കെ ഫോർമേഷൻസിൽ പോകാൻ നോക്കിയപ്പോൾ 4-5 ഓപ്ഷൻസ് ചെയ്തു. ആക്ച്വലി ഈ 4-5 ഓപ്ഷൻസിൽ 2 എല്ലാവരും ചൂസ് ചെയ്തു. രഞ്ജിതേട്ടനും തരുണും എല്ലാം കൂടി ചൂസ് ചെയ്തു. ഈ 2 ഞങ്ങൾ ഒരു ലിസണിങ് സെഷൻ വെച്ചു. അതില് തരുൺ ലീൻഡ് മോർ ടുവേർഡ്സ് കൺമണി പൂവ്. പക്ഷെ മറ്റേ പാട്ടിനും ഭയങ്കര ഒരു നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ബട്ട് ഫൈനലി വി ചോസ് കൺമണി പൂവ്. കാരണം അതിന് കൂടുതൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ളതുകൊണ്ടും അത് എൻജോയ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഹരിനാരായണനെ കൊണ്ടുവന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഓൾ മാജിക്. കാരണം പാട്ട് കേട്ട് ഈ ലൈൻ ക്രാക്ക് ചെയ്യാൻ തന്നെ കുറച്ച് ഞങ്ങൾ ഹരിനാരായണൻ സ്റ്റുഡിയോ വന്നിരുന്ന് എഴുതി ഈ എന്തൊരു ചേലാണെന്നുള്ള ആക്ച്വലി പല്ലവിയുടെ അവസാനം വരുന്ന ഒരു പോർഷൻ. അപ്പൊ രഞ്ജിത്തേട്ടന്റെ ഐഡിയ ആയിരുന്നു എന്തൊരു ചേലാണ് എന്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വെച്ചുകൂടാ. പിന്നീട് തരുൺ അതിനകത്ത് കുറച്ച് കിഡ്സ് വോയിസ് ആഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കുറച്ച് നാളെടുത്ത് ഫോം ആയ ഒരു പാട്ടാണ് അത്. എന്റെ പാട്ടിൽ നോർമലി കുറച്ച് യങ്ങർ ഓഡിയൻസ് ആണ് എപ്പോഴും എന്നെ വന്ന് ഇപ്പം എന്റെ നാട്ടിലോട്ടൊക്കെ പോയ അവരായിരിക്കും പറയുന്നത് കൂടുതൽ പേരുടെ പാട്ട് കേട്ടുന്നുള്ളത്. പക്ഷെ ഇത് എല്ലാരും ആന്റിമാരും ഒക്കെ വന്നിട്ട് they all have received the song. ഈ ഒരു കോംബോയുടെ ഒരു പ്രത്യേകതയും പാട്ടിന്റെ ഒരു സിംപ്ലിസിറ്റി ഒക്കെയാണ്. എന്തൊരു ചേലാണ് ചെമ്പഴുക്ക കൺമണി പോയപ്പോ എന്നോട് ഒരു സുഹൃത്ത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് കുറെ മുമ്പ് എന്നോട് ചോദിച്ചു, എന്റെ മോൾ ഇങ്ങനെ ഒരു പാട്ട് പാടിയത്, അതായത് കുട്ടികളുടെ പോർഷൻ ആ കുഞ്ഞു കുട്ടിയെ പാടുന്നത്. അപ്പൊ ഇത് ഏതാ പാട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ഈ പാട്ടാണ് അതിന്റെ തുടക്കമാണ്. കുട്ടികൾ ആ ഭാഗം ഏറ്റെടുത്തു. എന്റെ മോളും 2 വേറെ കോഴ്സ് ഗ്രൂപ്പോട് ആ പോർഷൻ പാടിയിരിക്കുന്നു. അപ്പൊ അവളും ഭയങ്കര ഹാപ്പിയാണ്. അവള് ഡെബ്യൂ പോലെ. അത് എന്തായിരിക്കും അങ്ങനെ ഒരു കുട്ടികളെ അല്ല, അത് പോസ്റ്റർ ഇറങ്ങിയപ്പം പിള്ളേരുടെ ഒരു ലാലേട്ടൻ സ്കൂൾ കുട്ടികളുടെ കൂടെ പോകുന്നതൊക്കെയാണല്ലോ. അപ്പം ഈ പാട്ടിനൊരു ഇൻട്രോക്ക് എന്തോ ഒരു ഭംഗി കുറവുള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നി, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ തരുണിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് കിഡ്സിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്തു. അത് ഇത് പറഞ്ഞ ഉടനെ ഒരു 10-15 minutes അത് ചെയ്തപ്പോ ഒരു പൂർണ്ണത വന്നു അതില്. പിന്നെ അങ്ങനത്തെ ഒരു വിഷ്വലില് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് ഈ വോയിസ് കൂടെ വരുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് കണക്ഷൻ കിട്ടുന്നുണ്ട്. അതെ അതെ, അത് എത്ര പ്രാവശ്യം കേട്ട കഴിഞ്ഞ ഇത്രയും നാളത് ഇറങ്ങിയ പിന്നെ റിപ്പീറ്റ് കേട്ട് ഇന്നും കേട്ട പാട്ട് തന്നെയാണ്. അതുപോലെ അതില് നമ്മളെ ഇൻട്രോ പടം തുടങ്ങുമ്പോ തന്നെ കഥ തുടരും എന്ന് നിങ്ങൾ നെയിം ചെയ്ത പാട്ട്, അതിന്റെ മിഴിയോരം നമ്മുടെ എന്താ പറയുക മിഴിയോരം നനഞ്ഞൊഴുകും, അത് ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ആ പാട്ടാണോ എന്നൊക്കെ തോന്നുമ്പോൾ വേറൊരു ഇതിലേക്ക് പോകും. അത് വേണമെന്ന് യാദൃശ്യമായിട്ട് വന്ന ലൈനാണ്. ഞങ്ങൾ ഒത്തിരി മാറ്റം നോക്കിയത്, പക്ഷെ അത് അത്ര ഭംഗിയായിട്ട് ലൈൻ ഫസ്റ്റ് ലൈൻ ആ ട്യൂണായിട്ട് ഇരിക്കുന്നത്, അതും നനയുകയായി അതും സെക്കൻഡ് വേർഡും. അപ്പം അങ്ങനെ വന്നപ്പം അവർക്കൊരു ട്രിബ്യൂട്ട് പോലെ ഇരുന്നോട്ടെ എന്ന കാര്യം തന്നെ വെച്ചതാണ്. ഇറ്റ്സ് ലൈക്ക് ലാലേട്ടന്റെ ഫസ്റ്റ് മൂവി. പക്ഷെ ആ പാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെൽക്കമിങ് സോങ് ആണ്. അതായത് ഷൺമുഖന്റെ ലോകത്തേക്ക് ഒരു വെൽക്കമിങ്. അപ്പൊ അതിന്റെ വിഷ്വൽസ് എനിക്ക് നേരെ കിട്ടിയിട്ടാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് ഈ ഓപ്പണിംഗ് വിഷ്വൽസും ആ കാർഡും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും നമ്മളൊരു ഫോട്ടോ ആണ്. അത് കണ്ടപ്പോ നമുക്ക് ഈ ഒരു മീറ്ററിൽ നേരോർമകൾ എന്നുള്ള ഒരു ബിറ്റൊക്കെ ഇട്ട് ഭയങ്കര ഓർഗാനിക് ആയിട്ട് നമ്മളിലുള്ള ഫാനും നമ്മളിലുള്ള ഒരു എന്താ പറയാ കുട്ടിക്കാലത്തുള്ള നമ്മുടെ സിനിമ വ്യൂയിങ് എല്ലാം കൂടെ ഒരുമിച്ച് ആ കോമ്പറ്റീഷനിൽ വന്നു. എഫർട്ട്ലെസ് ആയിരുന്നു. അത് അത്ര അതിനും വലിയ ഓപ്ഷൻസ് ഒന്നും കൊടുത്തില്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലൂ. അത് നമ്മളിങ്ങനെ സിനിമയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോവായിരുന്നു ശരിക്കും. അതിപ്പം ആരൊക്കെയോ ഇങ്ങനെ എന്നോട് ഇന്നലെ നഹാസ് നമ്മുടെ ആദ്യ ഡയറക്ടർ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞൊരു കമന്റ് ആണ്, ആദ്യത്തെ സോങ് വാസ് അത്ര വെൽക്കമിങ് ആയിരുന്നു. വി ആർ ഇൻ ഫോർ എ നല്ല പടത്തില് കേറിയ ഒരു ഫീലിംഗ് കിട്ടി നമ്മൾ പറഞ്ഞു. ശരിക്കും ഷൺമുഖന്റെ ലളിതന്റെയും ഒരു വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ആ പാട്ടാണ്. അതുപോലെ തന്നെ പേമാരിക്ക് വല്ലാത്തൊരു ഡെപ്ത് ഉണ്ട്. അതെനിക്ക് അങ്ങനെ റിപ്പീറ്റ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു നമ്മൾ സിനിമ കണ്ട് കേൾക്കുമ്പോൾ ഒരു ഡെപ്ത് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പേമാരിയുടെ ഒരു. അതായത് പടത്തിലൊരു ജോണർ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. കൂടുതൽ കഥ പറയാൻ പറ്റില്ല, ആൾക്കാർ കാണുന്നല്ലോ. ഈ ജോണർ ഷിഫ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പടത്തിന്റെ
ഒരു PDF ആയിട്ട് ഇതിന്റെ മ്യൂസിക്കൽ സ്കേപ്പിംഗ് എങ്ങനെയാണെന്ന് തരുൺ ഡിസ്ക്രിപ്റ്റ് എന്തൊക്കെ തീംസ് ആണ് വേണ്ടതെന്നുള്ളത്. അതില് ലാലേട്ടന് ക്യാരക്ടറിന് ഒരു ഒറ്റയാൻ ഒരു എന്താ പറയുക ഒരു മെറ്റഫോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ വില്ലന്റെ ക്യാരക്ടർ ഒരു പാമ്പാണ്, സ്നേക്ക്. അതാണ് നമ്മള് വില്ലന്റെ ഒരു അണ്ടർടോൺ ആയിട്ട് ഒരു റാറ്റിൽ സ്നേക്കിന്റെ അങ്ങനെ ഒരു സറൗണ്ടിൽ കൂടെ അത് എപ്പോഴും പോകും. പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും ഒരു ചെറിയ ഒരു ഡിസ്റ്റർബിങ് വയലിൻ റിഫ്സ് ഒക്കെയാണ്. ശരിക്കും ഒരു ഏജന്തുവിന്റെ ഒരു ഫീലിംഗ് ഉളവാക്കുന്ന ഒരു പാലറ്റ് അത്. മിനു പബ്ബ് നമ്മളൊരു ഫോക്സ്, ഒരു കുറുക്കൻ, കണ്ണിങ് എന്നുള്ള സോ ഇങ്ങനത്തെ 3 ഐഡിയാസ് ഉണ്ട്. എന്താ അപ്പൊ ഇങ്ങനെ തീംസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പാലറ്റ് പിക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ഫോക്ക് പിക്ക് ചെയ്തു. ഫോക്ക് ഇസ് വെരി ഈസി. ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇന്റർവ്യൂ ചെയ്യാം. അതല്ല നമ്മളൊരു ട്രഡീഷണൽ സ്കോറിംഗിലോട്ട് പോയാൽ ചിലപ്പോൾ ഈ ഡെപ്തിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇന്റർവൽ പോർഷൻ നടക്കുന്ന സെറ്റിംഗ് ഒക്കെ കാർഡുണ്ട്. അപ്പൊ അങ്ങനെ ആ സെറ്റിംഗില് എനിക്ക് തോന്നി ഫോക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആനയെ കൊണ്ടുവരാം, നമുക്ക് പാമ്പിനെ കൊണ്ടുവരാം, നമുക്ക് കുറുക്കനെ കൊണ്ടുവരാം. അത് മ്യൂസിക്കലി മെറ്റഫോറിക്കലി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു പാലറ്റ് സെറ്റ് ചെയ്തു. അവിടെ ഒരു ഡിസൈൻ ചെയ്ത് റിതമൊക്കെ ഡിസൈൻ ചെയ്ത് വന്നപ്പോ ഒരു ട്യൂണിലോട്ട് എത്തിയതാണ് ഈ ചെയ്യുന്നത് പറയുന്നത്. കാരണം അവിടെ തൊട്ട് പടം വേറെ ഗിയറിലോട്ട് പോവാന്നുള്ള ഒരു പ്രമനിഷനാണ്. പിന്നീട് ഞാൻ സ്കോർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മെലഡിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്കോർ ചെയ്യുമ്പോൾ അത് എന്താണ് അത് കണ്ടിന്യൂഷൻ ചെയ്ത് വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫ്ലോ ചെയ്ത് പോകും. അപ്പൊ പേമാരി ചെയ്യണമെന്ന് കരുതി കമ്പോസ് ചെയ്ത പാട്ടല്ല ആക്ച്വലി. ആറാറിന്റെ ഭാഗമായിട്ട് ചെയ്തപ്പോ അങ്ങ് വന്നുപോയി. ഈ ഇന്റർവെൽ എല്ലാരും പറയുന്നത് ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് ജെക്സ് ബിജോയ് കത്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്റർവെൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ, എല്ലാ രീതിയിലും ഇമ്പോർട്ടന്റ്, മ്യൂസിക്കിന് പ്രത്യേകിച്ചും. ഇതിന്റെ റൈറ്റിംഗിന്റെ ഒരു സുനിലേട്ടനെയും തരുണിനെയും എടുത്തു പറയണം. കാരണം അത്രയും ഫീൽ ഗുഡ് ഒക്കെ ആയിട്ട് പോയി പെട്ടെന്ന് അത് സീംലെസ് ആയിട്ടാണ് പരിപാടിയിലോട്ട് കയറുന്നത്. അപ്പൊ അത് മ്യൂസിക്കലിയും ട്രാവൽ ചെയ്യണം. അപ്പൊ അത് ആ ജേർണിയിലൊക്കെ ശ്രദ്ധിച്ചറിയാം. നമ്മള് കുറച്ച് ഫോക്ക് എലമെന്റ്സ് ഒക്കെ ദൂരെ നിന്നൊക്കെ കാടിലൂടെ ഒരു യാത്ര, അത് അതിന്റെ ഒരു സാധനം ഞങ്ങൾ പ്രീ റെക്കോർഡ് ചെയ്ത് അത് ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ നിൽക്കും. അപ്പം അവിടെയും ചെറിയ ചെറിയ ഐറ്റംസ് ഇട്ട് പോകും. അതുപോലെ തന്നെ കാടിന്റെ വോയിസ് ആക്ച്വലി ആദ്യം തൊട്ട് തന്നെ കാട് ഒരു ക്യാരക്ടറാണ്. കാടിന്റെ ആനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, ദൈവങ്ങളെ ഇതൊന്നും കാണുന്നില്ല, എന്തോരം ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു ഐഡിയ സ്കോറിൽ ഞാൻ എടുത്തെടുത്ത് പോയിട്ടുണ്ട്. കാരണം അപ്പം എന്താ വെച്ചാല് എവറിബഡീസ് സപ്പോർട്ടിങ്, ഒറ്റക്കൊമ്പനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാണ്, കാട് വൗച്ച് ചെയ്യാണ്, കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കാട് വിഷമിക്കുന്നുണ്ട്. അതാണ് ആക്ച്വലി ഈ പേമാരി എന്ന് പറയുന്നതും പുറപ്പെടുന്നതെന്നൊക്കെ പറയുന്ന ഒരു കാടിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ ചിന്തിച്ചതിന്റെ ഒരു വിഷൻ എല്ലാം മെറ്റഫോറിക്കലി പുള്ളി വെക്കുന്നതായതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ചാലഞ്ചും ഇൻട്രസ്റ്റിംഗും ആണ്. അങ്ങനെയാണ് ഇപ്പൊ തരുൺ ചേട്ടൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സോങ് അല്ലെങ്കിൽ സോങ്ങിന്റെ പ്ലേസ്മെന്റ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു. I will decide, but the overall mood he gives me that you know where do you, this is what I want in mind. ഇതാണ് എന്റെ വേൾഡ് ബിൽഡിംഗ്. അത് ഫോക്കിലോട്ട് തന്നെ ഞങ്ങള് യാദൃശ്യം എടുത്തത്, അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ് ലാൻഡഡ് അപ്പ് ഇൻ ഫോക്കിൽ. പിന്നെ നമ്മള് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ലാലേട്ടന്റെ ഞാൻ സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരുപാട് അങ്ങ് വെറും മാസാക്കിയിട്ട് കാര്യമില്ല, കമേഴ്ഷ്യൽ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ദർ ഷുഡ് ബി എ തിൻ ലൈൻ. കാരണം ഇതിനകത്ത് ഒരു ഇമോഷനും കൂടെ ഉള്ളതുകൊണ്ടാണ് പേമാരി പോലത്തെ ഒരു സോങ് അവിടെ ഫിറ്റ് ആയത്. പക്ഷെ ചില പോയിന്റുകളിൽ ഒരു ഡിസിഷൻ എടുക്കണം. അതായത് ഇത് ഷൺമുഖനോട് നിൽക്കണോ ലാലേട്ടനോട് നിൽക്കണം എന്നുള്ള അവിടെ കൃത്യമായി ലാലേട്ടനോട് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തിയേറ്ററിൽ അപ്പൊ അത് നമ്മൾ എടുക്കുന്ന ഒരു കോളാണ്. ആ മൊമെന്റില് ലാലേട്ടൻ അവിടെ മുണ്ട് മുടക്കി നിൽക്കുമ്പോ നമ്മള് പിന്നെ ഓൾ ഗൺസ് അബ്ലേസ് ഫുള്ളി തിയേറ്റർ നിറയ്ക്കാന്നുള്ളതാണ് നമ്മുടെ. സോ അവിടെയൊക്കെ അങ്ങനെ നിന്നു. ബട്ട് പിന്നീട് ഓവറോൾ കഥയുടെ നറേറ്റീവിലോട്ട് വരുമ്പോ ഈ പേമാരിയുടെ ഒരു സോളിലാണ് പടം മൊത്തം പോയിരിക്കുന്നത്. പിന്നെ അതിന്റെ പാലറ്റ് ആയാലും ഇപ്പൊ ആനയ്ക്ക് നമ്മള് ചെണ്ടമേളവും കൊമ്പും മരം അങ്ങനെ ഫുൾ ചെണ്ടമേള കേരള മാസം എന്നായിരുന്നു ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ എഴുതി വെച്ചത്. ദിസ് ഇസ് നമുക്ക് വേറെ ഒരു ഇൻസ്ട്രുമെന്റേഷനും വേണ്ട. വി ഹാവ് ടു ബ്രിങ് പ്രോപ്പർ പൂരം ഇൻ ടു ദ മാസ് സീൻസ്. എല്ലാം പൂരം വൈബിൽ തൃശ്ശൂർ പൂരത്തിൽ ഇരിക്കുന്ന ഫീലാണ്. അതായിരുന്നു എന്റെ വിഷൻ. കാരണം അതെനിക്ക് ഒരിക്കലും ഒരു പടത്തിന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ചെറിയ വെസ്റ്റേൺ ഇൻഫ്ലുവൻസോ കുറച്ച് ഗിറ്റാർസോ അങ്ങനെ വെച്ച് വേറൊരു പരിപാടിയിലായിരിക്കുമല്ലോ. ഇത് ഐ വാസ് സ്ട്രിക്ട്, ലൈക്ക് വി ഹാവ് ടു സ്റ്റിക്ക് ടു ദാറ്റ്. പാടാന്നറിയാം, കാരണം ചെണ്ടമേളത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് ട്രിക്കിയാണത്. അപ്പൊ അതില് പല ഷെയ്ഡ്സ് അത് ഉപയോഗിച്ചു.